മ്യൂച്വൽ ഫണ്ടിന്റെ മേഖലയിൽ NRIകളെ പറ്റിക്കുന്ന ധാരാളം ബാങ്ക് മാനേജർമാരുണ്ട് എന്നുള്ളത് ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ കൊടുക്കുന്ന ബാങ്ക് മാനേജർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് PIS അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ പൈസ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സംവിധാനമാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ എന്നൊക്കെ പറഞ്ഞാണ് യൂണിറ്റുകൾ ആളുകളെ കൊണ്ട് ചേർക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത NRIകൾ അങ്ങനെയുള്ള തട്ടിപ്പിൽ ഇപ്പോഴും പോയി പെടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈവൻ മ്യൂച്വൽ ഫണ്ടുകൾ ചേർന്നാൽ തന്നെ അവർ ചേർക്കുന്നത് യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കാതെ തന്നെ അവരുടെ ഒരു ബ്രോക്കർ കോഡിൽ ഉള്ള റെഗുലർ പ്ലാനുകളിലേക്കാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളോ സ്റ്റോക്കുകളോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് NRIയിൽ ഫോളോ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള പ്രോസസ്സ് വിവരിച്ചതിനോടൊപ്പം തന്നെ ആ ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകണം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മിക്കവാർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ വിദേശ ഇന്ത്യക്കാരനായി മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 183 ദിവസം അതിൽ കൂടുതലോ വിദേശത്ത് താമസിക്കുന്ന ഒരാൾ വിദേശ ഇന്ത്യക്കാരനായി മാറുകയും അത്തരത്തിലുള്ള ഒരാൾ ഇന്ത്യയിലുള്ള ഒരു ബാങ്കിലും സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ആ ബാങ്കിൽ നിന്ന് ട്രാൻസാക്ട് ചെയ്യുന്ന രീതിയിൽ സ്റ്റോക്കുകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഫെമ റെഗുലേഷനിൽ പെട്ടതാണ്. ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് സംവിധാനങ്ങൾ 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ ആണ് ഉള്ളത്. അതായത് വിദേശ ഇന്ത്യക്കാർക്ക് 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് NRO എന്ന് പറഞ്ഞുള്ള അക്കൗണ്ട് ആണ്, രണ്ടാമത്തേത് NRE, മൂന്നാമത്തേത് FCNR. ഇങ്ങനെ 3 തരത്തിലുള്ള അക്കൗണ്ടാണ് വിദേശ ഇന്ത്യക്കാർക്ക് നിയമപരമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. NRO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റെസിഡന്റ് ഓർഡിനറി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ആണ്. അതായത് നമ്മൾ ഒരു വിദേശ ഇന്ത്യക്കാരനായിട്ട് മാറുമ്പോൾ നമ്മളുടെ SB അക്കൗണ്ടുകളെല്ലാം തന്നെ യാതൊരുവിധ അഡീഷണൽ ചാർജും ഇല്ലാതെ NRO അക്കൗണ്ട് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഏത് വരുമാനം കിട്ടിയാലും ആ വരുമാനം നമുക്ക് ഈ NRO അക്കൗണ്ടിലേക്ക് ഇടാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊരു വീടുണ്ട്, ആ വീട്ടിൽ നിന്ന് വാടക കിട്ടുന്ന എമൗണ്ട് ഈ SB അക്കൗണ്ടിൽ വരുന്നതിന് പകരം നിങ്ങൾക്ക് NROയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ടുകളാണ് വിദേശ ഇന്ത്യക്കാര് നാട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഹോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പണത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇതിൽ ഇടുന്ന പണത്തിനല്ല, ഇതിൽ നിന്ന് നമുക്ക് പലിശയായിട്ട് കിട്ടുന്ന പണത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് 1000 രൂപ പലിശ വന്നിട്ടുണ്ടെങ്കിൽ 1000 രൂപ നമ്മുടെ ടാക്സബിൾ ഇൻകത്തോടുകൂടി കൂട്ടുകയും ആ 1000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. രണ്ടാമത്തെ തരം അക്കൗണ്ടാണ് NRE, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. അതായത് വിദേശ ഇന്ത്യക്കാരനായിട്ടുള്ള ആൾക്ക് വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് വിദേശ രാജ്യത്ത് കിട്ടുന്ന പണം നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിൽ വിദേശ രാജ്യത്ത് ഇരുന്നിട്ടാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇന്ത്യൻ കറൻസിയിലാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിന്ന് കിട്ടുന്ന പണത്തിന് അല്ലെങ്കിൽ ലാഭത്തിന് പലിശയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. വിദേശ രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം, സാലറി വരുമാനമോ അല്ലെങ്കിൽ കമ്മീഷൻ വരുമാനമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ NRE അക്കൗണ്ടുകളിലേക്കാണ് സാധാരണ പോകാറുള്ളത്. മൂന്നാമത്തെ തരം അക്കൗണ്ടാണ് FCNR. അതില് വിദേശ രാജ്യത്ത് നിന്ന് നിക്ഷേപം നടത്തുന്നു, അത് പക്ഷേ ഒരു വിദേശ കറൻസിയിൽ അമേരിക്കൻ ഡോളർ പോലുള്ള വിദേശ കറൻസികളിൽ നമ്മൾക്ക് നേരിട്ട് നിക്ഷേപം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപ സംവിധാനമാണ് FCNR. അപ്പൊ ഈ 3 തരത്തിലുള്ള നിക്ഷേപ രീതികളാണ് ബാങ്കിങ് സംവിധാനത്തിലുള്ളത്. അപ്പം ഈ ബാങ്ക് അക്കൗണ്ടുകൾ, നമ്മുടെ കയ്യിലുള്ള സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ ഈ തരം അക്കൗണ്ടുകളിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഈ തരം ബാങ്ക് അക്കൗണ്ടുകൾ വഴി ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു സ്റ്റോക്ക് വാങ്ങേണ്ട സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് ഇതിനെ സമീപിക്കാം. നോൺ PIS രീതിയിലും PIS രീതിയിലും. പ്രധാനമായിട്ടുള്ള 2 ഓപ്ഷനുകളാണ് നോൺ PIS രീതിയും PIS രീതിയും. PIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു സാക്ഷ്യപത്രമാണ്. അതായത് നമ്മൾ നിക്ഷേപിക്കുന്നത് നിയമപരമായിട്ട് ഉള്ള പണമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ PIS അക്കൗണ്ടുകൾ. വിദേശ രാജ്യത്തുള്ള നിങ്ങളുടെ NRE അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വിദേശ രാജ്യത്തേക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ടുള്ള അതല്ലെങ്കിൽ റീപാട്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സംവിധാനമാണ് ഈ PIS സംവിധാനം. അപ്പൊ നിങ്ങളുടെ NRE അക്കൗണ്ടുമായിട്ട് PIS അപ്രൂവലോട് കൂടി നിങ്ങൾക്ക് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റെഗുലേഷൻ ഫോളോ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. മറ്റൊരു റൂട്ടാണ് NRO നോൺ PIS റൂട്ട്. സാധാരണ ഫോളോ ചെയ്യുന്ന റൂട്ട് NRO നോൺ PIS ആണ്. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ NRO അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ PIS ഗൈഡ് ലൈൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമെന്നതാണ്. അതായത് നിങ്ങളുടെ NRO അക്കൗണ്ടിലുള്ള പണം നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങാം, ഇൻട്രാഡേ ചെയ്യാം,
ഓപ്ഷൻസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനമാണ് NRO നോൺ PIS റൂട്ട്. ഇവിടെ ബാങ്കിന്റെ അല്ലെങ്കിൽ RBIയുടെ ഒരു ഇന്റർഫറൻസ് ഇല്ല, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് പുറമേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നോൺ റീപാട്രിയബിൾ ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലെ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രധാനമായിട്ടും അത് സെറ്റപ്പ്. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് ആവശ്യമില്ല. ഇത് ഈ NRO നോൺ PIS ഉപയോഗിച്ച് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാമെന്നുണ്ടെങ്കിലും ഈ PIS അക്കൗണ്ടിന്റെയോ നോൺ PIS അക്കൗണ്ടിന്റെയോ ഒന്നും ആവശ്യം മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇല്ല. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ആകെ ആവശ്യമുള്ളത് നിങ്ങളുടെ പേരും നിങ്ങളുടെ വിദേശ രാജ്യത്തെ അഡ്രസ്സും വിദേശ രാജ്യത്തെ ഐഡന്റിറ്റിയും ഒക്കെ തെളിയിക്കുന്ന ഒരു KYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് ഇരുന്നുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ഡയറക്ഷൻസ് തരാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ NRO നോൺ PISഉം NRE PISഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. NRO നോൺ PIS ഞാൻ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ NRO അക്കൗണ്ടുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു PIS അക്കൗണ്ട് NRE PIS NRE അക്കൗണ്ടുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NRO അക്കൗണ്ടിൽ നിന്നുള്ള അതിലെ ട്രാൻസാക്ഷൻ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും. NRE PIS ഉപയോഗിച്ചാണ് എന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് നിന്നുള്ള വരുമാനം അത് വിദേശത്തേക്ക് ഫ്രീലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് അതിലെ ട്രാൻസാക്ഷൻ നടക്കുക. RBIയുടെ ഇന്റർഫറൻസ് ഇല്ലാത്തതാണ് NRO നോൺ PIS സംവിധാനം. RBI കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതാണ് NRE PIS. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഷെയറുകൾ, FNO, കറൻസി, കമോഡിറ്റി ഒക്കെ നമുക്ക് NRO നോൺ PIS സംവിധാനം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഷെയറുകളാണ് ഈ NRE PIS രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചാർജുകൾ NRE PISൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. താരതമ്യേന കുറഞ്ഞ ചാർജുകളാണ് NRO നോൺ PISൽ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റിപ്പോർട്ടിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞ അഡീഷണൽ ആയിട്ടുള്ള ചാർജുകൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച ഒരു സംവിധാനം ഉപയോഗിച്ച് ചെയ്യുക. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഈ PISന്റെയോ നോൺ PISന്റെയോ ആവശ്യമില്ല. നിങ്ങൾക്ക് സാധാരണ ഒരു NRO അക്കൗണ്ട് NRE അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് ഇരുന്നുകൊണ്ട് തന്നെ KYC ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഇൻഷുറൻസുകൾ ഒരു കാര്യവും ഇല്ലാത്ത ഇൻഷുറൻസുകൾ ചേർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പണത്തിനെ വളരെ വലിയ രീതിയിൽ നഷ്ടപ്പെടുത്താനായിട്ടാണ് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകളാണ് അവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.